ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് വികസനം ചർച്ചയാവുന്നതെന്നും ഒറ്റപ്പാലത്ത് ഇതുവരെ വികസനം എത്തിയിട്ടില്ല എന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് വികസനം ചർച്ചയാവുന്നതെന്നും ഒറ്റപ്പാലത്ത് ഇതുവരെയും വികസനം എത്തിയിട്ടില്ല എന്നും ഒറ്റപ്പാലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. 5 വർഷത്തോളം ഓട്ടോ തൊഴിലാളികളെ ശ്രദ്ധിക്കാത്ത MLA തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൊഴിലാളി സംഗമം നടത്താൻ ഒരുങ്ങിയതെന്നും തൊഴിലാളികൾ ആക്ഷേപിച്ചു. റോഡ് നേരാക്കി എന്തെങ്കിലും ഇത്രയും പ്രേംകുമാർ വന്നിട്ട് ഇത്ര കാലമായിട്ട് ഓട്ടോ തൊഴിലാളികളെ ബസ് തൊഴിലാളികളെ ഒരു യോഗമൊന്നും വിളിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടാണ് ഈ 5 കൊല്ലം ഈ ഓട്ടോ തൊഴിലാളികളൊന്നും ഇവിടെ ഇല്ലേ, ഈ 5ാമത്തെ കൊല്ലത്തിലാണ് ഇപ്പോഴാണ് വന്നിട്ട് വിളിക്കുന്നത്. ആര് ജയിച്ചിട്ടും കാര്യമില്ല എന്നും ജയിച്ചവർ പണമുണ്ടാക്കി പോവും എന്നല്ലാതെ ജനങ്ങൾക്ക് ഗുണമില്ലെന്നുമാണ് ഇവർ പറയുന്നത്. അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി BJP ജയിക്കുമെന്നും പറയാൻ പറ്റില്ല. ജയിച്ചാൽ ജയിക്കുന്നേ പറയാൻ പറ്റും. ഒരു രാഷ്ട്രീയത്തിന് നിന്നിട്ട് കാര്യമില്ല. എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കാന്ന് മാത്രം തലമുറയായിട്ട് വെച്ചുണ്ടാക്കി തിന്നുണ്ടാക്കും. അവർക്ക് പെൻഷനും കാര്യങ്ങളും. അതേസമയം ഭരണം മാറിയാലല്ലേ വികസനം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നും പറയുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട്. എല്ലാവരും ഭരിക്കുമ്പോൾ അവരവരുടെ ലെവൽ എന്താണെന്ന് അറിയണമെങ്കിൽ മാറി വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തുടർ ഭരണം വന്നു, ഇനിയിപ്പോൾ 3ാം വർഷമാണ്. അപ്പോൾ അതിന് നമുക്ക് അറിയാനുള്ളത് UDF അടുത്ത അധികാരത്തിൽ വരണം തന്നെ പറയാം. ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്നും അഡീഷണൽ ചാർജ് വാങ്ങിയാൽ എന്തിനാ എന്ന് പോലും ചോദിക്കാതെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഉള്ളതെന്നും ഇവർ പറഞ്ഞു. ഓട്ടോ സ്റ്റാൻഡിന് സമീപത്ത് ഒരു ശൗചാലയം വേണമെന്ന ആവശ്യം പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെന്നും ഇതുവരെ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയില്ല എന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ഒരു മൂത്രപ്പേരത്തിന് കൂടി ഇതില്ല, അതവിടെ ഒരു ഇതില്ല, ഒരു അടിച്ചോരലോ ഒരു ബാത്റൂം അവിടെ വേണം. ഞങ്ങൾ ഈ വെയിലത്ത് തന്നെ ഒരു ഇലക്ഷൻ നേരത്തെ എല്ലാവർക്കും വോട്ട് ചെയ്യാനും ചോദിക്കും വരും. പിന്നെ അതിൽ ഞങ്ങൾ പോലും അവർ പോണ നേരത്തെ ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി, ഞങ്ങളെ പിടിച്ചിട്ട് ചാർജ് ചെയ്യും. അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇട്ടാൽ മതി.